ഇത് സുവിശേഷ പ്രവർത്തകനും സഭാ ശുശ്രൂഷകനുമായ പാസ്റ്റർ ശശി. ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ ജനനം. വഴിത്തിരിവായത് അതിതീവ്ര രോഗാവസ്ഥയിൽ ദൈവം നൽകിയ വിടുതലായിരുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കുന്ന വ്യക്തിയാണ് ഇന്ന് പാസ്റ്റർ ശശി. ഞങ്ങളെ വീട് പൂവച്ചലിനടുത്ത് കുട്ടതട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വീട്. വളരെ ദാരിദ്ര്യ അനുഭവത്തിൽ എൻ്റെ അപ്പനും അമ്മയും ജീവിച്ച കാലഘട്ടത്ത് ഞങ്ങൾ ആ ദേശത്ത് രണ്ട് മുതലാളിമാരുടെ രണ്ട് വീട്ടിലായിട്ട് എൻ്റെ അപ്പനും അമ്മയും വേലയ്ക്ക് നിന്ന് അവർ വളർന്നു വരവേ അവരുടെ വിവാഹം കഴിഞ്ഞു. സ്വന്തമായ ഒരു സെൻറ്റ് സ്ഥലവും ഇല്ല. ഞങ്ങൾ 6 മക്കൾ അപ്പനും അമ്മയും ജനിക്കുവാനിടയായി. മുതലാളിമാരുടെ ഏക്കർ കണക്ക് സ്ഥലത്തിൻ്റെ സൈഡുകളിൽ ഒരു ഷെഡിട്ട് 6 മാസം ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങളൊക്കെ ദൈവം ഞങ്ങളെയൊക്കെ ദാനം കൊടുത്തു. ആ സമയത്ത് എൻ്റെ പിതാവ് ഞങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങുവാൻ താല്പര്യപ്പെട്ടപ്പോൾ ഒരു 16 സെൻറ്റ് സ്ഥലം എൻ്റെ അപ്പൻ തന്ന വീട്ടിൽ മുതലാളി കൊടുത്തു. അവിടെയൊക്കെ ഞങ്ങൾ വളർന്നു. 6 പേര്. ഞങ്ങൾ 4 സഹോദരന്മാരും 2 സഹോദരിമാരും. വളരെ ഞെരുക്കത്തിലും ബുദ്ധിമുട്ട് ഞങ്ങൾ വളർന്നു വന്നു. അപ്പോൾ പള്ളികളിലൊന്നും ഞങ്ങൾ പോകാറില്ല. അങ്ങനെ ആ നിലയിൽ മാത്രം CSIയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങളായിരുന്നു എന്ന് പിന്നത്തേത് മനസ്സിലാകുമെന്നൊക്കെ ഇടയായി. അങ്ങനെ വരുന്ന കാലഘട്ടത്ത് ഞാൻ 4ാമത് ജനിച്ച കുഞ്ഞാണ്. എനിക്കൊരു 3 വയസ്സായപ്പോൾ എന്നെ സൺഡേ സ്കൂളിന് എൻ്റെ മൂത്ത ചേച്ചി അടുത്തുള്ള ഷെഡുകളിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. പള്ളികളിൽ പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നേഴ്സറി സ്കൂളിൽ പഠിച്ച് 1ാം ക്ലാസ്സിലേക്കൊക്കെ ആകുന്ന സമയത്ത്, അന്നത്തെ നിലയിൽ ഒരു 5 വയസ്സ് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു രോഗം ബാധിച്ചു. രോഗമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും കണ്ടുപിടിപ്പാൻ കഴിയാത്ത വലിയൊരു രോഗം. നല്ലവണ്ണം ഓടിക്കളിച്ച് സംസാരിച്ചിരുന്ന ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയാൽ ഞാൻ അവിടെ ഇരിക്കും. മറിച്ച് എത്ര ദിവസം കഴിഞ്ഞാൽ അവിടെ തന്നെ മാറ്റി എടുത്തുകൊണ്ടിരുത്തിയാലേ ഞാൻ മാറാൻ കഴിയുള്ളൂ. ആഹാരം കഴിക്കുന്ന ദിവസമുണ്ട്, കഴിക്കാത്ത ദിവസമുണ്ട്. ഇങ്ങനെ വളരെ പ്രതികൂല സാഹചര്യത്തിൽ ഉള്ളൊരു ജീവിതമാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത്. വളരെ ബുദ്ധിമുട്ട് ഞെരുക്കത്തിലായിരുന്നപ്പോൾ എൻ്റെ പിതാവ് കൂലിപ്പണിക്ക് പോകും. എൻ്റെ അവസ്ഥ കാണുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞാനിരിക്കുന്ന കാണുമ്പോൾ. അങ്ങനെ അന്നത്തെ നിലയിൽ ഒരു മുതലാളിയുടെ വീട്ടിലുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ താമസിച്ച് വരുന്നത്. അവരാണ് നമുക്ക് ആഹാരമൊക്കെ തരുന്നത്. അനേക കൂട്ടുകാർ അവിടെ ഉണ്ട് എൻ്റെ പിതാവിന്. അപ്പോൾ അവർ പല അഭിപ്രായങ്ങൾ എൻ്റെ പിതാവിനോട് പറയും. അവനെ ഇന്നത് കൊണ്ടുപോയി അവന് സുഖമാവും. മന്ത്രവാദങ്ങൾ മുഖാന്തരം വിവിധമായ നിലകളിലൊക്കെ അവർ കൊണ്ടുവരണക്കിടയായി. അവിടെയൊക്കെ പോയിട്ടൊരു വിടുതലുമില്ല. അവസാനത്തെ ഒരു വ്യക്തി പറഞ്ഞു, കൊണ്ണിയൂരിൻ്റെ ഭാഗത്ത് ഒരു പിതാവുണ്ട്, കയ്യിൽ കിടക്കുന്ന ഒരു ചെറിയ വാച്ചുണ്ട്, ആ വാച്ച് നോക്കി രോഗം പറയും. അങ്ങനെ അങ്ങ് അവിടെ കൊണ്ടുപോയാൽ പുള്ളി പറയും എന്താണ് രോഗമെന്ന് പറയും. അങ്ങനെ എനിക്കറിയാം. എൻ്റെ പിതാവ് എന്നെ എടുത്തുകൊണ്ട് ഒരു ദിവസം രാവിലെ ഒരു 6 മണിയായപ്പോൾ വീട്ടിൽ പോയി. എനിക്ക് കാപ്പിയൊക്കെ അവിടെ തന്നതായിട്ട് എനിക്കറിയാം. ഉന്നതനായൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. എൻ്റെ പിതാവിൻ്റെ നിലവാരം കണ്ടപ്പോൾ അങ്ങേര് എന്നെ വളരെ നോക്കി. പക്ഷേ എൻ്റെ രോഗം കണ്ടുപിടിപ്പാൻ കഴിഞ്ഞില്ല. പിതാവിൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രത്യേകാൽ കുറച്ച് മരുന്നിന് ലിസ്റ്റ് എഴുതി കൊടുത്തു. ഇന്ന മരുന്നുകൾ വാങ്ങിക്കൊടുത്ത് കഴിച്ചാൽ മതി, ഈ രോഗത്തിന് ഭേദം കിട്ടുമെന്ന് പറഞ്ഞു. പിതാവ് സന്തോഷത്തോടെ എന്നെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അന്ന് ഏറ്റുകരയ്ക്ക് അടുത്തൊരു വീട്ടിൽ അന്ന് വേല ചെയ്യുകയാണ്. അവൻ അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വന്നാൽ ഏതെങ്കിലും പണം ആവശ്യമുണ്ടെങ്കിൽ മുതലാളിയിൽ ചോദിച്ച് വാങ്ങിത്തരും. അങ്ങനെ മൂത്ത ജ്യേഷ്ഠനെ കാണാൻ വേണ്ടി എൻ്റെ പിതാവ് വൈകിട്ട് ഈ മരുന്ന് വാങ്ങാൻ പണം വേണം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോൾ ഒരു വ്യക്തി തടസ്സപ്പെടുത്തി. നീ എവിടെ പോകുന്നു? ഓടി വീട്ടിൽ പോകാൻ പറഞ്ഞു. എൻ്റെ പിതാവിനത് മനസ്സിലായില്ല. വീണ്ടും വീട്ടിൽ വന്നിട്ട് രണ്ടാമത് വീണ്ടും പോകാനൊക്കെ താല്പര്യപ്പെട്ടു. അപ്പോഴും ആ വ്യക്തി തീർത്തു. പിതാവ് പോകാൻ കഴിഞ്ഞില്ല. എന്തോ ആണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അന്ന് ദൈവത്തെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിതാവിനോടുകൂടി ആത്മാർത്ഥമായുള്ളൊരു സ്നേഹിതൻ, ഒരു ദൈവദാസനായി, അയാളപ്പോൾ ദൈവത്തെ അറിഞ്ഞില്ല. ആ വ്യക്തി പറഞ്ഞു, ഇനി അവസാനമായിട്ടൊരു കാര്യമേ ഉള്ളൂ, ലോകത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, അവനൊരു വിടുതലുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം. നേരെ അവിടെ ഉറിയാക്കോടിനടുത്ത് നെടിയവള എന്ന് പറയുന്ന ഞങ്ങളുടെ IPF ചർച്ച്, അതിൻ്റെ സ്ഥാപകനായ ദൈവദാസൻ പാസ്റ്റർ H. ഇസ്മായിൽ, അങ്ങനെ നല്ല സമയത്ത് അനേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. ഒരിക്കലും പെന്തക്കോസ്ത് ആലയത്തിൽ എൻ്റെ മാതാപിതാക്കൾ വന്നിട്ടില്ല.
അങ്ങനെ ഞങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയി. എനിക്കറിയാം അവിടെ ഒരു ആഴ്ചത്തെ 7 ദിവസത്തെ പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ദൈവദാസൻ എന്ന് പറയുമ്പോൾ പക്വതയുള്ള ഒരു ദൈവദാസനാണ്. ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആരോടൊന്നും ചോദിക്കാറില്ല. വിഷയം വെച്ച് അന്നത്തെ നിലയിൽ ഒരു ചെറിയ കസേരയുണ്ട്, കുട്ടക്കസേര, അതിലിരുന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്നെ മേശയുടെ അടുത്ത് പാസ്റ്റർമാരുടെ ഇടയിൽ എന്നെ ഇരുത്തിയതായിട്ട് എനിക്കറിയാം. ആരാധന തുടങ്ങി 3-ാമത്തെ ദിവസം ഒരു 2 മണിയായപ്പോൾ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടു. അത് തലവടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ദൈവദാസനാണ് ശുശ്രൂഷയ്ക്കായിട്ട് വന്നത്. ആ ദൈവദാസനിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി 58 വയസ്സ് വരെ ഭൂമിയിൽ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട നിലയിൽ സുബോധമില്ലാത്തവനായി, വസ്ത്രമെടുക്കുവാൻ പോലും അറിയാത്ത നിലയിൽ അലഞ്ഞു നടക്കേണ്ട ഒരു പൈശാചിക പോരാണ് തന്നെ ബാധിച്ചിരിക്കുന്നത്. ഏതോ മലയോരത്തിൽ പാർത്തതിൻ്റെ വെളിച്ചത്തിൽ അവിടെ നിന്ന് കിട്ടിയ നല്ലൊരു ശത്രുവിൻ്റെ ബന്ധനമാണ്. അതഴിക്കുവാൻ ലോകത്തിൽ ആരെക്കൊണ്ട് സാധ്യമല്ല, യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ സാധ്യമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലോകം വിധി എഴുതിയപ്പോൾ പലരും പ്രാർത്ഥിച്ച് പലരും പറഞ്ഞു ഈ രോഗം മാറ്റാൻ കഴിയില്ല, 58 വയസ്സ് വരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, അതുവരെയുള്ള ജീവിതമേ ഉള്ളൂ എന്ന് വിധി എഴുതുവാൻ ഇടയായി. മാതാപിതാക്കളൊക്കെ ദേവാലയത്തിലോട്ട് വരാൻ തുടങ്ങി. ഞങ്ങളെ ആരാധന തുടങ്ങി 3-ാമത്തെ ദിവസം ദൈവം എന്നെ സന്ദർശിച്ചു. ഒരു 2 മണി കഴിഞ്ഞ സമയത്ത് ഞാൻ സംസാരിക്കുവാൻ കൊണ്ടു തുടങ്ങി. ക്രമമായിട്ട് ആ ആരാധന 7 ദിവസം തീരുന്നതിനകത്ത് എനിക്ക് പൂർണ്ണ വിടുതൽ കർത്താവ് തരുവാനിടയായി. ഞാൻ നിൽക്കുന്നത് IPF ചർച്ചിലാണ്. അന്ന് ചെറുപ്രായത്തിൽ ഞാൻ സൺഡേ സ്കൂൾ പഠിച്ച അതേ കൂട്ടായ്മയിലൂടെ ബന്ധത്തിൽ ഞാൻ എൻ്റെ മാതൃസഭയിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചും ഞാൻ അവിടെ വെച്ചാണ് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. എനിക്കൊരു മേശരിപ്പണി ഞാൻ പിന്നെ പരിവായി വന്ന് ഞാൻ പഠനത്തിലേക്ക് പോയി. 8-ാം ക്ലാസ് വരെ പഠിച്ചു. അവിടെ നിന്ന് മേശരിപ്പണി ചെയ്യാണ്ടൊക്കെയാണ് ഞാൻ താല്പര്യപ്പെട്ടു അന്നത്തെ നിലയിൽ. അങ്ങനെ 12 വർഷം ഒരു മേശയുടെ കൈയാളായിട്ടൊക്കെ പോയിട്ട് മേശരിയായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇത്തിരി ആൾക്കാരൊക്കെ എനിക്ക് ജോലിക്കാരായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ലോകപ്രകാരം ഒരു ജീവിതം എനിക്കില്ല. മദ്യപിക്കുകയോ സിനിമ കാണുകയോ സിഗരറ്റ് വലിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ദൈവമായിട്ടൊരു ബന്ധം എനിക്കില്ല. ദൈവസുഖം തന്നത് എനിക്കറിയാം. പക്ഷേ എങ്കിലും കർത്താവിന് വേല എന്നൊരു താല്പര്യം എനിക്കില്ലാതെ മുന്നോട്ട് പോയി. ആ സമയത്തിൻ്റെ ഞങ്ങളുടെ സംഘടനയിൽ മൈക്ക് സെറ്റ് എടുത്തുണ്ടായിരുന്നു. അന്ന് ഈ സെറ്റ് പ്രവർത്തിക്കാൻ ആരും ഇല്ലാതിരുന്നപ്പോൾ അല്പം ചില കാര്യങ്ങൾ എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് വേറൊരാളിനെ കൂടെ വിട്ട് ഞങ്ങൾ ആ സെറ്റ് പ്രവർത്തിക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ ഏതെങ്കിലും പള്ളികളിലും കല്യാണ വീടുകളിലും ക്ഷേത്രത്തിലും പോകാറില്ല. ആരെങ്കിലും മീറ്റിങ്ങിന് വിളിച്ചാലോ പരിപാടിക്ക് വിളിച്ചാൽ ഞങ്ങൾ അവിടെ പോകും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ എല്ലാം എന്നെ ഏൽപ്പിച്ച് ഞാനാണ് സെറ്റ് കൊണ്ടുപോകുന്നത്. വലിയ കൺവെൻഷനൊക്കെ ഞാൻ സെറ്റ് പ്രവർത്തിക്കും. അങ്ങനെ ഈ കാലഘട്ടം ഞാൻ ഇത്തിരി മുടിയൊക്കെ നല്ലതായിട്ട് നീട്ടി വളർത്തി, അന്ന് ഹിപ്പിസമുള്ള സമയമാണ്. ചീപ്പെല്ലാം കൂടെ ഞാൻ കൊണ്ടുപോയി മുടിയൊന്ന് കൊല്ലാതെയൊക്കെ കോതിപ്പറക്കി എല്ലാം ഭംഗിയായിട്ട് സൂക്ഷിച്ച് വളരെ ഒരു യവനക്കാരനായിട്ട് അങ്ങ് നടക്കുകയാണ്. ഞാനങ്ങനെ ആ കൺവെൻഷൻ യോഗസ്ഥ കല്ലിയൂരിനടുത്ത് അപ്പോസ്തലിക സഭയിൽ ഒരു കൺവെൻഷൻ യോഗം, ജനറൽ കൺവെൻഷനാണ്. അവിടെ കൺവെൻഷൻ യോഗത്തിൻ്റെ 2-ാമത്തെ ദിവസം 5 ദിവസത്തെ കൺവെൻഷനാണ്. സെറ്റെല്ലാം ഇതേപോലെ ഒരു ഹാളിനകത്ത് സെറ്റ് ചെയ്തു. രാത്രി 12 മണിക്ക് ഞാൻ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ആ ഹാളിനകത്ത് അവിടുത്തെ ഒരു സാറും കൂടെ കിടപ്പുണ്ട് അടുത്ത ബെറ്റിൽ. ഒരു 12 മണിയായപ്പോൾ രാത്രിയിൽ ഒരു ശബ്ദം കേട്ടു. അർദ്ധരാത്രി ഞാൻ എഴുന്നേറ്റു. വലിയ ഗമനത്തോടെയാണ് കിടക്കുന്നത്. എഴുന്നേറ്റ് ഞാൻ ഒക്കെ ലൈറ്റ് ഇട്ടു. ഈ സാർ എഴുന്നേറ്റു. എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു സൗണ്ട് കേട്ടതുകൊണ്ട് എഴുന്നേറ്റതാണ്. അവിടെ നിന്ന് വീണ്ടും കുഴപ്പമൊന്നുമില്ല, ഞാൻ കിടന്നു. വീണ്ടും ഈ ആംപ്ലിഫയർ ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അടുത്തൊക്കെ ഒരു എർത്തൊക്കെ പിടിച്ച് വെച്ചിട്ടാണ് കിടക്കുന്നത്. വീണ്ടും കിടന്നു. പണ്ട് ശമൂവേലിനെ ദൈവം വിളിച്ചതുപോലെ 3ാമതൊരു ശബ്ദം കേട്ടു. 3 പ്രാവശ്യം ഈ കൂടെ ഇരുന്ന സാറ് എഴുന്നേൽക്കാനിടയായി. 3ാമത്തെ പ്രാവശ്യം ദൈവം എന്നോട് സംസാരിച്ചു. നീ ഇവിടെ ഈ രാത്രി സ്വസ്ഥമായി ഇവിടെ കിടക്കുമ്പോൾ നിൻ്റെ സമപ്രായക്കാർ എത്രയോ പ്രിയപ്പെട്ടവർ മയക്കുമരുന്നിന് അടിമപ്പെട്ട് മാതാപിതാക്കൾ അനുസരിക്കാത്തവരായി ലോകത്ത് നടക്കുന്നു. നിനക്കേറ്റ് ദൂതുകൾ നിനക്കറിയാം. 58 വയസ്സ് വരെ സംസാരിക്കല്ല, തെരുവിലൊരു ഭ്രാന്തനെ പോലെ നടക്കേണ്ട നീ, ഞാൻ നിന്നെ വിടുവിച്ചത് നീ ഇവിടെ ഒറ്റയ്ക്കൂടെ ആയിരിക്കാനല്ല, ഞാൻ നിന്നെ വിടുവിച്ച സാക്ഷ്യം നീ എല്ലാവരോടും പുറത്തു പോയി പറയണം എന്ന് എന്നോട് പറയാൻ കണ്ണിടയായി. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സന്ദർശനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറ്റൊരു നിലയിൽ ചിന്തിച്ച് ജീവിച്ചവനല്ല. അതുകൊണ്ട് എളുപ്പം ദൈവിക ശബ്ദം കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഈ യോഗത്തിൽ തീർന്നതിന് ശേഷം എന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് കഴിയുന്നിടത്തോളം കർത്താവിൻ്റെ ഒരു ചെറിയ സാക്ഷിയായി ജീവിക്കാം എന്ന് ഞാൻ സമർപ്പണം ചെയ്തു.
ഞായറാഴ്ച രാത്രി കണ്ടുശോകം തീർന്നു. തിങ്കളാഴ്ച രാവിലെ ഞാൻ സെറ്റിൻ്റെ സാധനമെല്ലാം റൂമിൽ ഏൽപ്പിച്ച് കണക്കും കാര്യമെല്ലാം കൊടുത്ത് ഞാൻ അവിടെ നിന്ന് മാറി. ഞങ്ങളന്ന് IPF നിന്ന ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ അയിരൂര് നെൽസൺ പാസ്റ്റർ എന്ന് പറയും. അങ്ങേരെ പോയി കണ്ടു. ഒരാത്മീയ ഗുരുവാണ്. അങ്ങേരോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. അങ്ങേരെ ആത്മീയത്തിൽ വളരെ അങ്ങേര് പറഞ്ഞു, ദൈവ സന്ദർശനമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ടീമിൻ്റെ വർക്ക് നമുക്കുണ്ടാക്കാം. മാസം തോറും നമ്മുടെ സ്വന്തം ചിലവിൽ ഓരോ ചർച്ചിൽ ചെന്ന് നമ്മുടെ ചിലവിൽ 3 ദിവസത്തെ മീറ്റിംഗ് വയ്ക്കണം. സെറ്റെല്ലാം കൊണ്ടുപോയി കയ്യിലെ ചിലവാക്കി 1000 രൂപ കഴിച്ച് രാത്രി ആരാധന ഈ ചർച്ചിൽ വെച്ച് നടക്കുക. അങ്ങനെ നമുക്ക് ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. കുറേ ദൈവദാസന്മാരൊക്കെ ജോഡിച്ച് ഞങ്ങളങ്ങനെ അതിലേറ്റവും ഒടുവിലത്തെ ഒരു വ്യക്തിയായിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്തിരി മുടിയൊക്കെ വളർത്തി, നല്ല അവരെ പോലെയൊന്നുമല്ല, ഒരു ആത്മീകനാണെന്നുള്ളതേ ഉള്ളൂ, അഭിഷേകമൊന്നും പ്രാപിച്ചിട്ടില്ല. അവർ കൂടെ അങ്ങ് പോവുകയാണ്. പലപ്പോഴും എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട് ദൈവദാസന്മാർ, നിന്നെക്കൊണ്ട് ദൈവത്തിനൊരു ഉപയോഗമില്ല, നീ സ്വർഗത്തിൽ പോകില്ല, എന്തൊക്കെ പക്വതയോടെ നടന്നാലും പേര് ജീവൻ്റെ പുസ്തകത്തിൽ വേണം, മാനസാന്തരപ്പെടണം എന്നൊക്കെ അവരെന്നോട് ആവശ്യപ്പെട്ടു. എനിക്ക് അതിനോട് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഇത്തിരി നാളുകൾ കഴിഞ്ഞു. പന്നിയോടിനടുത്തൊരു സഭയിൽ, IPF സഭയിൽ ഇതേപോലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഇങ്ങനെ പോകുന്ന സമയത്ത് ആദ്യം എന്നെപ്പോലുള്ള വചനമൊന്നും അറിഞ്ഞുകൂടാത്ത വ്യക്തികൾക്ക് ഒരു 10 മിനിറ്റ് സമയം കൊടുക്കും സംസാരിക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് നല്ല ലീഡർ ദൈവദാസന്മാർ ആരാധന നടത്തുന്നത്. ഞങ്ങൾ പകലെല്ലാം ഭവനം സിറ്റിംഗ് ചെയ്തു. ഇത്തിരി ആൾക്കാരൊക്കെ അവിടെ കൂടി, വലിയവരും ചെറിയവരും ഒക്കെ. 3ാമത്തെ രാത്രി തന്നെ അന്ന് രാത്രി എനിക്കാണ് 10 മിനിറ്റ് സമയം. ഞാൻ ബൈബിളിലെ കുറേ കഥയൊക്കെ എനിക്കറിയാം. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, ഒരപ്പൻ 2 മക്കളുണ്ടായിരുന്നു, ഇങ്ങനെ കുറേ കഥകളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അന്നവിടെ ഈ സാക്ഷി പറയുന്നത് ഇത് എനിക്ക് 10 മിനിറ്റ് തന്നപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഇവരൊക്കെ അടുത്തിരുന്ന് ഞാൻ ആരാധിക്കുമ്പോൾ ആത്മാവിൽ എല്ലാവരും ആകുമ്പോൾ ഞാൻ വിരലെല്ലാം തറയിൽ കുത്തി അനങ്ങാതെ, അഭിഷേകം വേണ്ട എന്നല്ല, പക്ഷേ അത് പ്രാപിക്കാനുള്ള ഒരു മനോഭാവം എനിക്കില്ല. വളരെ പക്വതയോടെ ഞാൻ മിക്കവാറും ഈ അന്യഭാഷ പറയുന്നവരുടെ അടുത്ത് നിന്ന് വിരിക്കാറുമില്ല. അങ്ങനെയുള്ള നിലയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് 10 മിനിറ്റ് തന്നു. ഞാൻ എഴുന്നേറ്റ് പോയി ചെന്ന്, ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ആ മക്കളെക്കുറിച്ച് അത് മുടിയും പുത്രൻ എന്നൊക്കെയാണ് നമ്മളന്ന് പറഞ്ഞു തന്നു. അതുകൂടെ ഒന്നും അറിഞ്ഞുകൂടാ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ സമനില തെറ്റി. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫ്രണ്ടിലൊരു ചെത്ത മേശ കിടക്കുന്നു. എനിക്കതിൽ തൊടാനോ ചാരാനോ പറ്റൂല. ഫ്രണ്ടിൽ കൊച്ചുപിള്ളിൽ നിറച്ചാളുണ്ട്. വലിയ മോശമാവും ചിന്തിച്ചപ്പോൾ ആകപ്പാടെ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. എനിക്ക് ആദ്യം വന്ന ചിന്ത, ഈ ദേശത്തിൽ ഏതോ ശത്രു എന്നെ ബാധിച്ചു. ഇനിയിപ്പോൾ ആരാധന കഴിയുമ്പോൾ ഇവരെല്ലാം കൂടി എൻ്റെ തലയിൽ കൈവച്ച് എന്നെ ഷാജിനെ ഒഴിപ്പിക്കുന്ന പരിപാടിയായിരിക്കും. വളരെ നിരാശയായി. ഞാൻ ഈ ഒരിക്കൽ പറഞ്ഞ കാര്യം തന്നെ പിന്നെ എടുത്ത് പറയാനിടയായി. ഒരപ്പം 2 മക്കളുണ്ടായിരുന്നു, 2 ഇവരെല്ലാവരും എന്നെ ശ്രദ്ധിക്കാനിടയായി. ബൈബിളെടുത്ത് മടക്കി. എങ്കിലും എൻ്റെ സീറ്റിൽ പോയിരിക്കണം. ഞാൻ ആദ്യം നോക്കിയത് ബാക്കിലെവിടെയെങ്കിലും സീറ്റുണ്ടോ ഇരിക്കാൻ. ഇല്ല. അവിടെ എല്ലാം ആൾക്കാർ തിരഞ്ഞി, ആരും സൈഡും തന്നില്ല. ഞാൻ നേരെ ഞാൻ ഇരുന്ന സീറ്റിലേക്ക് പോയി. ആ ചർച്ചിൻ്റെ കട്ടയെല്ലാം പച്ചക്കട്ട കെട്ടിയിരിക്കുകയാണ്. ആ പച്ചക്കട്ട കെട്ടിയിരുന്ന സ്ഥലത്ത് ഞാൻ പോയി. വിരലെല്ലാം കല്ലിൻ്റെ ഇടയിൽ കയറ്റി വെച്ച് നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഇലേഡിയൻ ദൈവദാസൻ അറിയാം ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അങ്ങേരെ ആത്മാവിൽ വീക്ഷിക്കുകയാണ്. അപ്പോൾ ആരും എന്നോടൊന്നും പറഞ്ഞില്ല. എന്തായാലും ഒരു പാട്ടൊക്കെ പാടി ആരാധിച്ചെല്ലാവരും അടുത്ത ദൈവദാസൻ സമയം അങ്ങേരാണ് ലീഡ് ചെയ്യുന്നത്, അടുത്ത് നടത്തുന്നത്. ലാസ്റ്റ് ദിവസമാണ് ശുശ്രൂഷ ചെയ്യുന്ന അങ്ങേര് എഴുന്നേറ്റ് മേശയുടെ അടുത്ത് വന്നു. അങ്ങേര് ആദ്യം പറഞ്ഞത്, ഒരു തേരി ഇറങ്ങി വരുന്ന സൈഡിലാണ് ചർച്ചിരിക്കുന്നത്. ദൈവദാസൻ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 12 മാലാഖമാരിങ്ങനെ കൈകളിൽ ദീപമായിട്ട് ഈ സൈഡ് വഴി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഈ 12 പേരും വന്ന് ഈ മേശയുടെ അടിയിലേക്ക് വന്ന് കയറുന്നതായിട്ട് ഞാൻ കണ്ടു ഒരു ദർശനം. അപ്പോൾ ദൈവാത്മാവാണ് എന്നെ സന്ദർശിച്ചു എന്ന് മനസ്സിലായി. എന്തായാലും പിന്നെ അധികം സമയം കൂടുതൽ സംസാരിക്കാൻ അയാൾ തുനിഞ്ഞില്ല. ഓരോ വാക്കുകൾ ഞാൻ പറയുമ്പോൾ ആത്മാവിലെല്ലാവരും ആഘാതത്തിനിടയായി. ഞാനും വളരെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു പാട്ടിന് റെഡിയൊക്കെ ദൈവദാസന്മാർ പാടി ആരാധിക്കുമ്പോൾ ഞാൻ നല്ലവണ്ണം നോക്കി അനങ്ങാതിരിക്കാൻ. ദൈവാത്മാവ് അഭിഷേകം അന്യഭാഷയോടെ എനിക്ക് ദൈവം തന്നു. ഞാൻ ഇരുന്നെടുത്ത് ഏകദേശം ഒരു 2-3 അടിക്കപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ എടുത്ത് എറിഞ്ഞു. ഞാൻ അവിടെ കിടന്ന് അന്യഭാഷയിൽ ആരാധിച്ച്. അന്ന് രാത്രി അന്യഭാഷയിൽ ആരാധിക്കുക മാത്രമല്ല, ദൈവം എൻ്റെ അഭിഷേകത്താൽ നിറച്ചു, അന്യഭാഷ തന്നു, പ്രവചന ദൂതുകൾ എനിക്ക് തന്നു. ഞാൻ അന്ന് രാത്രി അവിടെ വെച്ച് ചിലർക്ക് വേണ്ടി ദൂത് പറഞ്ഞു. ഒരു ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചു. ആ അവസരങ്ങളൊക്കെ കഴിഞ്ഞു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പഴയ ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഇതൊക്കെ ആയിട്ടും ദൈവത്തെ അറിയുവാനോ കൂടുതൽ ദൈവം ചെയ്യണമെന്നോ താല്പര്യമില്ലാത്ത നിലയിൽ
ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്ക് വടക്ക് പത്തനാപുരം, അലിമുക്ക്, പുലനൂരൊക്കെ വർക്കുകൾ കിട്ടി. വേറൊരു സാറിൻ്റെ ഏർപ്പാട് ബ്ലോക്കിൽ 10-30 ജോലിക്കാരെയും കൊണ്ട് ഞാൻ അങ്ങനെ പോകാനിടയായി. അവിടെ ചെന്ന് പൈസ ഉണ്ട്, വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനാവശ്യമായിട്ട് 10 പൈസ ചിലവാക്കുകയും അങ്ങനെ ഒരു ഒത്തില്ല. 10-30 ജോലിക്കാരൻ്റെ വിവാഹത്തിനൊക്കെ മുമ്പാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി ജോലി ചെയ്തു. അങ്ങനെ കുറേ കാലം അങ്ങനെ മുന്നോട്ട് പോയി. എന്തായാലും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1985 എൻ്റെ വിവാഹം കഴിഞ്ഞു. 59-60 ഞാൻ ജനിക്കുന്നത്. 85 എൻ്റെ വിവാഹം കഴിഞ്ഞു. അതോടെ ബന്ധത്തിൽ പിന്നെ ദൂരെയൊന്നും പണിക്ക് പോകാതെ ഞാൻ പിന്നെ ആ സമയത്ത് അന്നത്തെ 2018 ആ സമയത്തിലെ തുക അനുസരിച്ച് ഒരു 6 ലക്ഷം രൂപ എനിക്ക് പണി ചെയ്തിൽ തരാനുണ്ട്. അവർ തന്നില്ല. ഒരു കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചാൽ അവസാനം എത്തുമ്പോഴാണ് പൈസ തരുന്നത്. അങ്ങനെ ഇത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. വിശ്വസ്തനായിട്ട് ഞാൻ അവരെ കണ്ടു. ജോലിക്കാർ 10-30 ഉണ്ട്, അവർക്ക് കൊടുക്കാനുള്ള കാശാണ്. അന്നത്തെ ഒരു 6 ലക്ഷം രൂപ കടക്കാരനായി. എൻ്റെ ഇളയ സഹോദരിയുടെ കല്യാണം ചെയ്യേണ്ടത് ഞാനാണ്, നടത്തേണ്ടത് ഞാനാണ്. അതിന് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്നു, ആരോടും പറഞ്ഞില്ല. എൻ്റെ കല്യാണത്തിന് മുമ്പ് അവളെ കല്യാണം എടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹമായിരുന്നത്. അങ്ങനെ വളരെ പൈസയ്ക്ക് ബുദ്ധിമുട്ട്. ആർക്ക് പറഞ്ഞുകൂടെ? ഞാനിങ്ങനെ പോകുന്നു വരുന്നു, കടമുണ്ടെന്നറിഞ്ഞുകൂടാ. പലരിൽ നിന്ന് 10 രൂപ 5 രൂപ ഇങ്ങനെ ഞാൻ കടം വാങ്ങി പലിശയ്ക്ക് വാങ്ങും. വലിയൊരു തുകയായി. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ എൻ്റെ ഭാര്യ വഴിക്ക് എനിക്ക് 50 സെൻറ്റ് സ്ഥലം അവിടെ ലഭിക്കുവാനിടയായി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്ഥലമില്ല. ഞാൻ പറഞ്ഞു 16 സെൻറ്റ് സ്ഥലം അത് ഇളയ സഹോദരിക്ക് കൊടുക്കേണ്ടതാണ്. ഒരു 14 സെൻറ്റ് അതിനകത്ത് വരും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന സാവകാശത്തിൽ ആ സ്ഥലമൊക്കെ വിൽക്കാനിടയായി. കടങ്ങളിങ്ങനെ വലിച്ച കടം, പുറത്തു നിൽക്കാൻ എല്ലാ കടം ഉണ്ടായിരുന്നു. കടമൊക്കെ തീർത്തു. കടംകാരുണ്ട്. അങ്ങനെ അവിടെ നിന്ന് സ്ഥലം വിൽക്കേണ്ടി വന്നു. അപ്പോൾ എനിക്കിതിനിടയിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എനിക്ക് 2 തലമുറകളെ ദൈവം തന്നു. മൂത്തത് മകൾ, രണ്ടാമത്തെ മകൻ. ഇങ്ങനെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മകന് ഒരു താല്പര്യം, അവന് സുവിശേഷ വേല ചെയ്യണം താല്പര്യമുണ്ട്. വണ്ടക്കയുടെ ആ സമയത്ത് കുഞ്ഞിലെ അവനൊരു ആഗ്രഹമായിരുന്നു അത്. സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴേ എനിക്കൊരു താല്പര്യമില്ല. ആ കാലഘട്ടങ്ങളിൽ ഞാൻ പള്ളിക്ക്, കുട്ടനാട്ടി പള്ളിയിലെ വിശ്വാസിയാണ് ഞാൻ. ആക്റ്റീവായിട്ട് പള്ളിക്കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി ചെയ്യും. എവിടെ പോയാലും ഞായറാഴ്ച എന്നുണ്ടെങ്കിൽ ഞാൻ സഭായത്തിന് അവിടെ എത്തും. പള്ളിക്കാര്യങ്ങൾ ചുമതലകൾ കൃത്യമായി പണം ചിലവാക്കാനും കൊടുക്കാനും പണമുണ്ട്. ആ സമയത്ത് ഞാൻ ആ നിലയിൽ ദശാംശമായിട്ടും കാണിക്കായിട്ടൊക്കെ ചെയ്തു. അതുപോലെ അന്ന് പണം ഉണ്ടായിട്ട് ഞാൻ കൃത്യമായിട്ട് ചെയ്തു. ദൈവദാസന്മാരെയൊക്കെ സഹായിക്കുകയും ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെയൊക്കെ വളരെ മുന്നോട്ട് കടന്നുപോയി. ആ സമയത്ത് എന്തായാലും ഈ സെക്കൻഡ് സാറ്റർഡേ ദിവസങ്ങളിൽ രാത്രി ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 5 മണി വരെ എല്ലാ ദൈവദാസന്മാരും ഓരോ സഭയിൽ കൂടും. ഇന്നിവിടെയാണെങ്കിൽ അടുത്ത മാസം വേറൊരിടത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് മരിച്ചുപോയ ഞങ്ങളുടെ സ്ഥാപകനായിരുന്ന ദൈവദാസൻ്റെ നേതൃത്വത്തിലുണ്ട്. അങ്ങനെ ഞാൻ ടീമ്പിലെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പ്രത്യേകാല് ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നടന്നു. പക്ഷേ ഇതിനിടയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ രോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കടങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഇനി സമാധാനമില്ലാതെ ഞാൻ എന്ത് ചെയ്യാം, എല്ലാം പ്രശ്നമായി തീർന്നു. മരിച്ചു കളയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇനി മരണമാണ് മുന്നിൽ ഞാൻ കണ്ടിട്ട് മരിക്കാൻ നിൽക്കണോ ആരും അറിയാതെ വിഷമൊക്കെ വാങ്ങി, ആരും അറിയണ്ട, എൻ്റെ അപ്പൻ അറിയണ്ട, അമ്മ അറിയണ്ട. എൻ്റെ വിവാഹത്തിന് മുമ്പ് മരിക്കാമെന്ന് വിചാരിച്ചൊരു സമയമൊക്കെ ഞാൻ ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. സമയമെല്ലാം ഞാൻ കാത്തിരുന്നു. എന്നാൽ ആ സമയത്ത് ദൈവം എന്നെ സന്ദർശിച്ചു. ഒരു 5 മിനിറ്റ് എന്ന് തന്നെ പറയാം. മയങ്ങിപ്പോയി. വിഷമൻ്റെ അടുത്ത് ഞാൻ തുറന്നു വെച്ചു. കഴിക്കേണ്ട സന്ദർഭങ്ങളൊക്കെയായി. ജീവിതത്തിലൊരു സമാധാനമില്ല, ഭവനത്തിൽ വന്ന സമാധാനമില്ല, പുറത്ത് സമാധാനമില്ല. ആ നിലയിലൊക്കെ ആയിത്തീർന്നു. ഇതിനെല്ലാത്തിനും പിന്നിൽ ഒറ്റവാക്ക് എനിക്ക് പിന്നെ മനസ്സിലായി, ദൈവം എന്നെ പല നിലയിൽ സന്ദർശിച്ചിട്ട് ഞാൻ തിരിഞ്ഞു വന്നില്ല. അവിടെ വെച്ച് ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ വീട്ടുടയവൻ അവിടെ ഇല്ലാത്ത സമയത്താണ് ഞാൻ ആ വീട്ടിലെത്തിയത് വിഷമടിക്കാനായിട്ട്. സമയപരിധി അയാൾ വരുന്ന സമയം എനിക്കറിയാം. ഞാൻ മയങ്ങിപ്പോയി. അയാൾ വന്ന് എന്നെ തൊട്ടിലൂടെ പിടിച്ചു, മരുന്നും എന്നെയായിട്ട് പിടിച്ച് എൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു. വലിയ പ്രശ്നമായി, വീട്ടിൽ വലിയ പ്രശ്നമായി. എന്തായാലും ഞാൻ അതും മരണത്തിന് ദൈവം എന്നെ വിട്ടില്ല, എന്നെ രക്ഷിച്ചു. അങ്ങനെ 3-4 സന്ദർഭങ്ങൾ ലോകത്തിന് മാറ്റപ്പെട്ടു വേണ്ട സന്ദർഭം എൻ്റെ ജീവിതത്തിൽ വന്നു. ഇതെല്ലാം വരുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്നെ സുഖമാക്കിയ ആ ദൈവത്തെ. 58 വർഷം ഞാനിങ്ങനെ നടക്കേണ്ടതായിരുന്നോ? എത്ര പേര് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് തെരുവിൽ നടക്കുന്ന ആ ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. എനിക്ക് അന്ന് രാത്രിയിൽ, ആ സെക്കൻഡ് സാറ്റർഡേ രാത്രിയിൽ ഒരു കൊച്ചു സഭാശുശ്രൂഷയിലേക്ക് പോകാൻ എൻ്റെ ദൈവം എനിക്കൊരു സാവകാശം തന്നു. എന്നെ ലോകത്തിന് രക്ഷിച്ച ഞങ്ങളുടെ സംഘടനയുടെ സ്ഥാപകനായ ദൈവദാസൻ എന്നെ തലയിൽ കൈ അനുഗ്രഹിച്ച് എന്നെ വിട്ടു. ഒരു ബൈബിൾ കോളേജിൽ ഞാൻ പോയി പഠിച്ചിട്ടില്ല.
ഒരു അധ്യാപകരുടെ കീഴിൽ ഞാൻ ഇരുന്നിട്ടില്ല. ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ആലയത്തിലേക്ക് കടന്നു പോകാനിടയായി. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തു. IPM സഭയിൽ ഞാൻ ഒരു ദൈവദാസനായി തീരുവാനിടയായി. അങ്ങനെ അവിടെ നിന്ന് മാറി മാറി ഞാൻ ഈ സ്ഥാനത്തേക്ക് വന്നു. അതിനു മുമ്പ് ഇനി ഞങ്ങളെ കടത്തിൻ്റെ കാര്യം പറഞ്ഞു. കടമായി എൻ്റെ സ്ഥലമെല്ലാം വിറ്റു, ബന്ധുക്കളെല്ലാം വീണ്ടും എനിക്കെതിരായി. എങ്കിലും ദൈവത്തെ ഞാൻ വിട്ടില്ല, ദൈവത്തെ ഉപേക്ഷിച്ചില്ല. 6 ലക്ഷം അല്ല 10 ലക്ഷം കടമായാലും ഞാൻ എൻ്റെ വിഷയത്തിനോ അല്ലെങ്കിൽ ലോകപ്രകാരം ജീവിതത്തിൽ നയിച്ച് കടമായതല്ല. ദൈവത്തിനറിയാം. ലോകത്തിലെ ആൾക്കാർ പലതും പറഞ്ഞു, ദൈവദാസന്മാർ എൻ്റെ കൂടെ ഉള്ളവർ പലതും പറഞ്ഞു. എനിക്കതൊന്നും വിഷയമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ആരാധിക്കുന്ന കുടുംബത്തിലെ സഹോദരി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ വീടുമില്ല കൂടുമില്ല, ഇങ്ങനെ പോരണം എന്ന് പറഞ്ഞു. ഇവിടെ ആലുവയിൽ 2 സെൻറ്റ് സ്ഥലമാണ്. ഇവിടെ വന്ന് ഇതിൻ്റെ ബാക്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഫുൾപുറ്റിൻ്റെ അതുവരെയുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തൊരു മുറി വെച്ച് അതിൻ്റെ അപ്പുറത്ത് താഴത്തെ വിളക്കാർ ഞങ്ങൾക്ക് അടുക്കളയൊക്കെ വെച്ച് തന്നു. അങ്ങനെ തൽക്കാലം അവിടെ താമസിച്ചു. ഈ ദൈവദാസിയുടെ വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ 4 പേരും ഇവിടെ കഴിഞ്ഞു. ഇതിനിടയിൽ എൻ്റെ മകൾ ഒരു BRCയിലെ TTCക്ക് പഠിക്കാൻ പോയി. എൻ്റെ മകൻ ബയോ കോളേജിലേക്ക് പോകാനിടയായി. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യണം എനിക്ക് വലിയൊരു താല്പര്യമായി. പിന്നെ ഞാൻ ദൈവദിന സമയമെല്ലാം പുറത്ത് സൂക്ഷിക്ക് പോകും, ഇത്രയും ബാധ്യതകളുണ്ടെങ്കിലും. പിന്നെ 6 ലക്ഷം രൂപ എനിക്ക് കടം തീരണം. ഞാനതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വിശ്വാസികളും എല്ലാം എന്നെ കഴിയുന്നിടത്തോളം സഹായിക്കുവാനിടയായി. കർത്താവ് എനിക്ക് പുതിയ വഴി ഒരുക്കി തന്നു. ഇവിടെ ഒരു കുടുംബം എനിക്ക് 4 സെൻറ്റ് സ്ഥലം തന്നു. അങ്ങനെ ഞങ്ങളൊരു വീട് ഇവിടെ വെച്ചു. ഞങ്ങളവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ മകനിപ്പോൾ യഹോവ ഈര എന്ന് പറയുന്ന സംഘടനയിൽ ഒരു ദൈവദാസനാണ്, കള്ളിക്കാടിനടുത്ത്. അവൻ വിവാഹം കഴിഞ്ഞു, 2 മക്കളുണ്ട്. എൻ്റെ മകളുടെ വിവാഹം കഴിച്ചു കൊടുത്തു. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളെ ദൈവം സന്നിമായി അനുഗ്രഹിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഏതൊരു ബുദ്ധിമുട്ടല്ല ദൈവം ഞങ്ങളെ നടത്തുന്നു. ഞാൻ എന്നെ അയക്കുന്നിടത്തെല്ലാം കർത്താവിന് വേണ്ടി ചെന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവം അയക്കുന്നിടത്ത് ഇപ്പോഴും പൊതുശുശ്രൂഷകൾ പങ്കെടുത്ത് ഞാൻ മുന്നോട്ട് പോകുന്നു. കർത്താവിനെ മരണത്തിന് രക്ഷിച്ചു. ഇഷ്ടംപോലെ മരിച്ചുകൊണ്ട സന്ദർഭം എൻ്റെ ജീവിതത്തിൽ അവിടെ എല്ലാം കർത്താവിൻ്റെ കൂടെ ഇരുന്ന് എന്നെ നടത്തി. ആ കർത്താവിൻ്റെ ജീവിതാന്ത്യം വരെ കർത്താവിന് വേല ചെയ്യുന്ന എനിക്ക് താല്പര്യമുണ്ട്. ഇവിടെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ എങ്കിലും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കർത്താവിൻ്റെ വരെ അവൻ്റെ നല്ല സാക്ഷിയായി ജീവിക്കണമെന്നും നിത്യതയിൽ ഞങ്ങളെല്ലാവരും കാണണം എന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് കേൾവിക്കാരായി നിങ്ങളോട് പറയാൻ കഴിയുന്നത്, ലോകത്തിൽ ആരൊക്കെ നമ്മെ സ്നേഹിച്ചാലും നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും ഈ നല്ലവനായ കർത്താവിനെ നമ്മൾ ജീവിതത്തിൽ രക്ഷിതമായി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ അനുഭവത്തോട് ബന്ധത്തിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു തീർത്തുവെങ്കിലും വർഷങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഞെരുക്കുവാണ് ഞാൻ പറഞ്ഞത്. ഒരു ഫാൻ്റെ ഇടുവാൻ എനിക്ക് ഇല്ല ആ കാലഘട്ടങ്ങളിൽ. ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഞായറാഴ്ച വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഫാൻ്റെ വാങ്ങിയിട്ടുകൊണ്ട് വരും. ഞായറാഴ്ച ഒരു ആളുടെ നിന്ന് തിങ്കളാഴ്ച രാവിലെ കൊണ്ട് തേച്ച് മടക്കി കൊടുക്കണം. 25 രൂപ കൂലി കൊടുക്കണം, വാടക. ആ നിലയിൽ ജീവിച്ചതാണ് ഞാൻ. എന്നാൽ എൻ്റെ തലമുറകളും ആ നിലയിൽ തന്നെ. വീടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം വെളിയിൽ പോകാത്ത നിലയിലുള്ള വീടാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ നിലകളിലും ഞങ്ങൾ ഞെരുക്കത്തിന് അനുഭവത്തായിരുന്നു. പക്ഷേ ഇന്ന് ദൈവസമർത്ഥിയായി ഞങ്ങൾ നടത്തി. സമർത്ഥിയ വിദേശത്ത് എന്നൊരു വരുമാനമോ അല്ലെങ്കിൽ വിശ്വറ്റായിട്ടൊരു വരുമാനം വിദേശത്തൊന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നില്ല. കർത്താവിനെ കർത്താവ് അയക്കുന്നിടങ്ങളിൽ വിശ്വസ്തനായി കർത്താവിന് വേല ചെയ്ത് നാം ഒരിക്കലും ദൈവം വിളിച്ച വിളിക്ക് നമ്മൾ അന്യരായിത്തീരരുത്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ദൈവം എന്നെ രക്ഷിച്ചു. മറ്റൊരു വ്യക്തിക്ക് ചെയ്യാത്ത വലിയ കാര്യങ്ങൾ ദൈവം എനിക്ക് ചെയ്തു. പക്ഷേ ദൈവസന്നിധി ഞാൻ അകന്നു പോകും. എനിക്ക് പറയേണ്ട സാക്ഷി ഇതേ ഉള്ളൂ. എൻ്റെ 5ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോകേണ്ട ഞാൻ ഇന്നും തെരുവിലൊരു ഭ്രാന്തനെ പോലെ നടക്കേണ്ട എന്നെ കർത്താവ്, എനിക്ക് 65 വയസ്സുണ്ട്. കർത്താവ് ഇതുവരെ എന്നെ നടത്തി. എൻ്റെ മക്കളെ കാണുവാൻ, കുഞ്ഞുമക്കളെ കാണുവാൻ, സന്തോഷിക്കുവാൻ, ദൈവ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. ഞങ്ങളുടെ ദൈവദാസന്മാരും അതുപോലെ ഇവിടുത്തെ വിശ്വാസികളായിരിക്കും ദൈവദാസന്മാർ പലരും സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ ഇന്നയോളം ഞങ്ങളെ നടത്തി, വിശ്വാസ കുടുംബങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്, വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ അന്ത്യം വരെ വഴി നടത്തുവാൻ ശക്തനാണ്. അവർ വിളിക്കൊത്തപ്പെടെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ അന്ത്യം വരെ കർത്താവിനെ ആരാധിച്ച് ബലപ്പെടുവാൻ ദൈവം ബലം നൽകും. നമ്മളുടെ രോഗങ്ങൾ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. കണ്ണുനീരുകളെ മാറ്റുവാൻ കഴിയും. പ്രതികൂലങ്ങളെ മാറ്റുവാൻ കർത്താവിന് കഴിയും. ഏത് പ്രതിസന്ധിയിലും, ഏത് വ്യാധികളിലും, ഏത് രോഗങ്ങളിലും നമുക്ക് സൗഖ്യം തരുവാൻ, നമ്മൾ നടത്തുവാനും ദൈവത്തിന് കഴിയും. പണമില്ലമോ പണം തരാൻ ദൈവത്തിന് കഴിയും. ഭാരിച്ച കടഭാരമാണോ തീർക്കാൻ ദൈവത്തിന് കഴിയും. വീടില്ലയോ വീട് തരുവാൻ ദൈവത്തിന് കഴിയും. കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതമാണോ അത് നടത്തുവാൻ ദൈവത്തിന് കഴിയും. ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. നീണ്ട വർഷങ്ങൾ കർത്താവിന് വേണ്ടി
അവൻ്റെ സാക്ഷിയായിട്ട് മുന്നോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 65 വയസ്സുണ്ട്. ഇതുവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് 1 ഇഞ്ച് പോലും ഏത് പ്രതികൂലം വന്നിട്ടും പുറകോട്ടുവാനായിട്ടില്ല. ഞാൻ 5-ാമത്തെ വയസ്സിൽ ഏത് ആലയത്തിൽ പോയി സൺഡേ സ്കൂളിൽ പോയോ അതേ ചർച്ച് അങ്കണയിൽ തന്നെ ഏത് ഞെരുക്കങ്ങളും അനുഭവിച്ച് നിൽക്കുവാൻ ഇന്ന് വരെ നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇന്ന് കാലങ്ങളിൽ സംഘടനയ്ക്കകത്തൊരു നല്ല ചുമതലകളും തന്നെനിക്ക് അങ്ങനെ ദൈവം എന്നെ ആ നൽകിയ ചുമതലകളിൽ കൃത്യനിഷ്ഠയോടെ ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ആരൊക്കെ ഏതൊക്കെ നിശ്ചയിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചിന്തിച്ചാലും എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തുന്നു. ഇഷ്ടപ്പെട്ടതായ നിലയിൽ ഒരു ജീവൻ നയിപ്പാൻ, സന്തോഷമായ ജീവൻ നയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. എനിക്ക് നിങ്ങൾ കേൾക്കാരോട് പറയാൻ കഴിയുന്നത്, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധി വരട്ടെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, ആത്മീയ നഷ്ടപ്പെട്ടു പോകരുത്. പ്രത്യാശ നമ്മൾ നിത്യതയിലെത്തുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലുള്ള മരണം വരെ കർത്താവുമായൊരു ബന്ധം നമ്മൾ ഉരുവിടുക. ഈ ലോകം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഓരോ ഭാഗത്ത് ഓരോ നിലയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കളായി നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ വരവ് വാതിൽക്കലാണ്. വേണമെങ്കിൽ ഇന്നോ വരാം, നാളെയോ വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. ഒന്നിൽ കർത്താവിൻ്റെ വരവ്, ഇല്ല എങ്കിൽ നമ്മുടെ മരണം. ഇത് രണ്ടും സംഭവിച്ചാലും ഒരു പ്രത്യാശയോടെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. എല്ലാവരും ചില ബന്ധുക്കൾ തന്നെ നശിച്ചു പോയെന്ന് പറഞ്ഞേക്കാം. കൂടെയുള്ള സ്നേഹിതന്മാർ പലപ്പോഴും നമ്മൾ ഉപേക്ഷിച്ചെന്ന് വരാം. എങ്കിലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ദൈവവേദലിന് ജീവിതകാലം വരെ അവനെ സഹായിപ്പാൻ, അവനെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഒരു പ്രാവശ്യമല്ല, ജീവിതകാലം മുഴുവനും ദൈവം നല്ലവനാണ്. വിളിച്ച നാൾ മുതൽ ഇന്നുവരെ ദൈവം എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വിശ്വസ്തനായ ദൈവം ഇന്നിവിടെ ഞങ്ങളെ നടത്തിയ വലിയ കൃപയോർത്ത് ദൈവത്തിൻ്റെ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷിയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.